അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്കാണ് വണ്ടി ഇപ്പോൾ കയറ്റാനുള്ളത്. കണ്ടില്ലേ, വണ്ടി ഇപ്പോൾ എത്തിക്കാൻ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് അടുപ്പിച്ചിട്ടല്ല കയറ്റേണ്ടത്. ചെറിയ ചെറിയ വളവാണ്, നമ്മൾ സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ, നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ വണ്ടി നമുക്കൊന്ന് തിരിക്കാൻ പഠിക്കാമെന്നില്ല, നമുക്കൊന്ന് പഠിക്കാം. അതായത് വളച്ചെടുക്കാൻ വേണ്ടിയിട്ട്, യൂ ടേൺ എടുക്കാൻ, അതേപോലെ നമുക്ക് വളവിൽ വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് സൈഡൊന്നും തട്ടാണ്ട് വണ്ടി വളച്ചെടുക്കാന്നില്ല നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പോൾ അതായിട്ട് നമുക്കൊന്ന് യൂ ടേൺ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. യൂ ടേൺ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്, യൂ ടേൺ എടുക്കേണ്ടത് നമുക്ക് എന്തായാലും ഒരു കുറച്ച് അത്യാവശ്യം വലിയ റോഡിലേക്ക് നമുക്ക് യൂ ടേൺ എടുത്ത് വരാനുണ്ടാവും. ചെറിയ റോഡിലൊന്നും യൂ ടേൺ എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ യൂ ടേൺ എടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ ഇവിടെ നിന്നാണ് യൂ ടേൺ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ വണ്ടി തിരിച്ചു വെക്കുക. സൈഡാക്കിയിട്ടാണ് വെക്കേണ്ടത്. മാക്സിമം ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി സൈഡാക്കി വെക്കുക. ശേഷം നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കണം. അതിനുശേഷം നമ്മൾ ഫുള്ളായിട്ട് ഇൻഡിക്കേറ്റർ സ്റ്റെയറിങ് നമ്മൾ തിരിച്ചു വെക്കുക. ഇനി എങ്ങനെയാണ് വളക്കേണ്ടത് നോക്കാം. ഇനി നമ്മൾ സ്റ്റെയറിങ് ഫുള്ളായിട്ട് തിരിച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കുക. ശേഷം നമ്മൾ ഇതുപോലെ വണ്ടി ജസ്റ്റ് ഒന്ന് ക്ലച്ചിന്ന് കാലെടുത്താൽ ഇതുപോലെ വണ്ടി മൂവ് ആകുന്നതായിരിക്കും. നമുക്ക് ഒറ്റ ഒടിക്കൽ തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ അടിയിൽ കല്ലും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഒറ്റ തിരിക്കലിന് നമുക്ക് യൂ ടേൺ എടുക്കാൻ വേണ്ടി വണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ ഒരു രീതിയാണ് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്. നമുക്ക് അതായത് വളച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ രീതി. അതായത് നമ്മൾ മാക്സിമം നമ്മൾ ലെഫ്റ്റിലേക്ക് അടുപ്പിച്ചിട്ട് വേണം യൂ ടേൺ എടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്നും കൂടി ഇവിടുന്ന് വളച്ച് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇവിടുന്ന് വളക്കേണ്ടതെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ലെഫ്റ്റിലേക്ക് അടുപ്പിക്കണം. എന്നാലും നമുക്ക് കറക്റ്റ് വളച്ച് കിട്ടും വണ്ടി. നമ്മൾ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് വണ്ടി അടുപ്പിച്ച് വെച്ചു. ശേഷം ഇനി നമുക്കൊന്ന് വളച്ച് നോക്കാം. ഇതും നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചെന്ന പോലെ തന്നെയാണ്. നമ്മളൊന്ന് ജസ്റ്റ് വണ്ടി സൈഡാക്കി ഫ്രണ്ടൊന്നും ബാക്കൊന്നും വണ്ടിയൊക്കെ വരുന്നുണ്ടോ നമ്മൾ ആദ്യം നോക്കി വെക്കുക. ശേഷം നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിയറിങ് തിരിച്ചിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് യൂ ടേൺ എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. കണ്ടില്ലേ, ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള റോഡായതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് വളവുകൾ വരുമ്പോൾ വളവുകളിൽ നിന്ന് നമുക്ക് വണ്ടി തിരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ടത് കാണിച്ചു തരാം. അതുപോലെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ ഗിയർ മാറ്റേണ്ട വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, അങ്ങനെ ഒരു വളവിൽ വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് സൈഡ് മുട്ടാണ്ട് നമുക്ക് എങ്ങനെ ഓടിക്കാവുന്നതാണ്. അപ്പോൾ സൈഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു വളവ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി വളച്ച് നോക്കാം. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടു. പക്ഷെ ഇങ്ങോട്ടേക്കാണ് റോഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വളവിലേക്കുള്ള റോഡിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് കാറിൻ്റെ ഫ്രണ്ട് ഭാഗം എത്തുമ്പോഴാണ് നമ്മൾ ഇതുപോലെ വളച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതായിരിക്കും. നമ്മൾ വണ്ടിയുടെ പുറത്തുനിന്നുള്ള വിഷ്വൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. അതായത് ഈ ഒരു വളവ് തുടങ്ങുന്ന സ്ഥലത്താണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം എത്തുമ്പോഴാണ് നമ്മൾ ടയർ തിരിച്ചു കൊടുക്കേണ്ടത്. ഫുള്ളായിട്ട് നമ്മൾ തിരിച്ചു കൊടുത്താൽ അതായത് ആ ഒരു വളവിലേക്ക് വണ്ടി സിമ്പിളായിട്ട് കയറി വരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു വളവ് വരുമ്പോൾ നമുക്ക് എങ്ങനെ വളക്കേണ്ടത് നോക്കാം. ഇപ്പോൾ ഒരു കുറച്ച് അത്യാവശ്യം വലിയ വളവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടാം. ശേഷം നമ്മൾ സെക്കൻഡ് ഗിയറിലേക്കാണ് ഇടുന്നത്. ശേഷം നമ്മൾ ഈ ഒരു വളവിൻ്റെ തുടക്കത്തിലെത്തുമ്പോൾ തന്നെ വണ്ടി നമ്മളാർന്ന് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് തിരിച്ചു കൊടുക്കും. ഇത് ഏകദേശം യൂ ടേൺ പോലെ തന്നെയാണ് ഉള്ളത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് വണ്ടി ഇങ്ങനെ വളച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഇവിടെ ചെറിയ ചെറിയ വളവുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ചെറിയ വളവ് നമ്മൾ സ്റ്റെയറിംഗ് ഫുള്ളായിട്ട് തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെയാണ് സ്റ്റെയറിംഗ് ഉള്ളതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അര റൗണ്ട് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതിയാവും. കണ്ടില്ലേ, വീണ്ടും ശേഷം അര റൗണ്ട് തിരിച്ച് വണ്ടി ഈ ഭാഗത്തേക്കും തിരിച്ചെടുക്കാം. പിന്നെ ഒരു ഹാഫ് റൗണ്ട് തിരിച്ചു കഴിഞ്ഞാൽ, ഒരു 1/4 റൗണ്ട് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെയറിംഗ് നേരെ ആകുന്നുണ്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റെയറിംഗ് യൂസ് ആക്കേണ്ടത്. ആ സ്റ്റെയറിംഗ് എങ്ങനെ ബാലൻസ് ചെയ്യുന്നുള്ള വീഡിയോയിൽ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി വീണ്ടും നമുക്ക് ഇവിടെ നിന്ന് വളക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന്, ഇത് അത്യാവശ്യം കുറച്ച് വലിയ വളവാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു റൗണ്ട് തിരിച്ചു കൊടുക്കാം ഇതേപോലെ. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ വണ്ടി വളഞ്ഞു കിട്ടും. ഇനി വീണ്ടും നമ്മൾ യൂ ടേൺ ആണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ഗിയർ നിർത്തിയിട്ടാണ് യൂ ടേൺ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു. ശേഷം വണ്ടി ഒന്ന് ഫുള്ളായിട്ട് തിരിച്ചെടുക്കുക. പിന്നെ ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വണ്ടി
പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വണ്ടി സിമ്പിളായിട്ട് നമുക്ക് വളക്കാൻ വേണ്ടി പഠിക്കാനുള്ളൊരു ടെക്നിക്ക് പറയുന്നത്. അപ്പോൾ ഇനി വണ്ടി കാർ ഓടിക്കാൻ അറിയാത്തവർ, അതുപോലെ സ്റ്റിയറിംഗ് ബാലൻസ് ഇല്ലാത്തവർക്കൊക്കെ ഈ ചാനലിൽ ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെത്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. കാർ ഡ്രൈവിങ്ങിൻ്റെ ട്യൂട്ടോറിയലൊക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ അതിൻ്റെ വീഡിയോ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് അതേപോലെ ഇനി നിർത്തിയിട്ട് ഒരു വളവിലാണ് വണ്ടി നിർത്തിയിട്ട് നമുക്ക് 2 സൈഡും റോഡാണെന്നുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് വളച്ചെടുക്കാൻ നോക്കി നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആ ഒരു റോഡിലേക്ക് കയറുന്നൊരു സ്ഥലത്ത് നമ്മൾ വണ്ടി നിർത്തി, നമ്മൾ 2 ഭാഗത്തുനിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കണം ആദ്യം നിർത്തിയിട്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ റൈറ്റിലേക്കാണെങ്കിൽ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുക, സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് തിരിച്ചു കൊടുക്കുക. ശേഷം നമ്മൾ 2 സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ ചെക്ക് ചെയ്യുക. കാരണം ഇല്ലെങ്കിൽ വണ്ടി അടിക്കുന്നതായിരിക്കും. നമ്മൾ പെട്ടെന്ന് വെപ്രാൾപ്പെട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, സ്ലോയിൽ എടുത്താൽ മതിയാവും. ഇപ്പോൾ വണ്ടിയൊന്നും വരാത്തൊരു ടൈമാണ്. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടു, ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മൂവാക്കി. ഇപ്പം കണ്ടില്ലേ, റോഡിലേക്ക് തന്നെ വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്കാണ് വണ്ടി ഇപ്പോൾ കയറ്റാനുള്ളത്, കണ്ടില്ലേ. അപ്പോൾ അങ്ങോട്ട് എങ്ങനെ കയറ്റാന്നുള്ളത്, അതേപോലെ റിവേഴ്സ് എടുക്കുക എങ്ങനെയുള്ളത് കാണിച്ചു തരാം. ഇനി ഈ ഒരു സ്ഥലത്തേക്ക് എങ്ങനെ കയറ്റുന്നത് കാണിച്ചു തരാം. നമ്മൾ വണ്ടി ഇപ്പോൾ എത്തിക്കുക, നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് അടുപ്പിച്ചിട്ടല്ല കയറ്റേണ്ടത്. കുറച്ച് നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വിട്ടിട്ട് വേണം ഇങ്ങനെ കയറ്റാൻ, എന്നാലേ കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കയറും. ഒന്ന് കാണിച്ചു തരാം. നമ്മൾ കുറച്ച് വണ്ടി റിവേഴ്സ് എടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഇരുന്ന് കുറച്ച് ഈ ഒരു ഭാഗത്തേക്ക്, അതായത് നമ്മൾ ലെഫ്റ്റിലേക്ക് വണ്ടി കയറ്റിയിട്ട് വേണം നമ്മളിങ്ങനെ കയറ്റാൻ. എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും, കണ്ടില്ലേ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 2 കമ്പിക്ക് വണ്ടി മുട്ടാൻ ചാൻസ് ഉണ്ട്. കയറ്റിക്കഴിഞ്ഞ ഉടനെ സ്റ്റെയറിങ് നമ്മൾ നേരെയാക്കുക. അപ്പം വണ്ടി ഈ ഒരു രീതിയിൽ കയറിയിട്ട് ഇങ്ങനെ പോകുന്നതായിരിക്കും, കണ്ടില്ലേ. ഈ ഒരു രീതിയിലാണ് നമ്മൾ വണ്ടി തിരിക്കാൻ, നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് തിരിക്കാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത്. ട്രിക്കല്ല, ഇങ്ങനെയാണ് നമ്മൾ തിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇനി സൈഡ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ, റിവേഴ്സ് പാർക്കിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും. അതുവരേക്കും ഗുഡ് ബൈ.